കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. KSU SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തിവീശി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സജോ, ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനെ ആ പ്രക്രിയയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഏറ്റുമുട്ടൽ മാറിയോ? ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിജയകുമാർ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിനിടെയാണ് വാക്കേറ്റവും തർക്കവും ഇരു വിദ്യാർത്ഥി സംഘടനകളും തമ്മിലുണ്ടായത്. UDF-ഉം SFI-യും തമ്മിലാണ് തർക്കം ഉണ്ടായത്. ഇതിൽ KSU-വിൻ്റെയും ആരോപണം എന്താണെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റിനോട് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ ആരോപണം? ഇവിടെ ആസൂത്രിതമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ SFI-യുടെ ഭാഗത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന KSU-ൻ്റെയും MSF-ൻ്റെയും കൗൺസിലർമാർ ഉൾപ്പെട്ടുള്ള ആളുകൾ ഐഡൻറ്റിറ്റി കാർഡ് തട്ടിപ്പറിച്ചു പോകുന്നത് SFI-യുടെ സ്ഥിരം സംസ്കാരമാണ്. തട്ടിപ്പറിച്ചു പോകുന്നൊരു രീതി ഉണ്ടായി. കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവിലേക്കാണ് ശക്തമായ മത്സരം നടക്കുന്നത്. കാസർഗോഡത്തെ UUC ആണെന്ന് കരുതിയാണ് തട്ടിപ്പറിച്ച് കൊണ്ടുപോയത്. അവസാനം കട്ട മുതൽ തിരിച്ചു നൽകി പോലീസിനെ തിരിച്ചേൽപ്പിച്ച് മാതൃകയാവുന്ന സാഹചര്യം. അതിൻ്റെ പേരിലാണ് തർക്കം ഉണ്ടായത്. അതെ, ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാൻ, ഈ വിജയസാധ്യതയെ മുന്നിൽ കണ്ട് അത് അട്ടിമറിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കം തന്നെയാണ് SFI-യുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ, ആ ഘട്ടത്തിൽ പോലീസ് ലാത്തി വീശിയിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുന്നുണ്ട്. SFI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അവർ പറയുന്നത് ഈ കാസർഗോഡ് പ്രതിനിധിയുടെ കാര്യത്തിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ വോട്ട് ചെയ്യാൻ ക്യൂ നിന്ന UUC-യുടെ കാർഡ് തട്ടിപ്പറിച്ചോടി, അങ്ങനെയാണ് തർക്കവും സംഘർഷവും ഉണ്ടായതെന്നാണ് അവരുടെ വാദം. എന്താണ് നിങ്ങൾ പറയുന്നത്? ഒന്ന്, കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിനകത്ത് കഴിഞ്ഞ ഏതാണ്ട് നൂറ്റാണ്ട് കാലമായി SFI മുഴുവൻ സീറ്റിലും വിജയിച്ചു വരുന്ന സർവകലാശാലയാണ്. ഈ തെരഞ്ഞെടുപ്പിനകത്തും ഒരു വെല്ലുവിളിയും SFI-ക്ക് നേരെ ഉയർത്താൻ UDSF സഖ്യത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് ആകെ 136 UUC-മാരിൽ 80ഓളം UUC-മാർ SFI-യുടെ പൊളിറ്റിക്കൽ UUC-മാരാണ്. എന്തുകൊണ്ടാണ് ഈ തർക്കം ഉണ്ടായത്? തർക്കം അവർ പറഞ്ഞ വാദം തന്നെ എടുക്കുക. ഇപ്പോൾ കാസർഗോഡ് എക്സിക്യൂട്ടീവ് പോസ്റ്റിനകത്തേക്ക് ശക്തമായ മത്സരം ഉണ്ടെന്ന് അവർ പറഞ്ഞത് കാസർഗോഡ് എന്നുള്ള ഒരു UUC-യുടെ കാർഡ് തട്ടിപ്പറിച്ചു പോയി എന്നുള്ളതാണ്. എന്നാൽ അവർ തന്നെ നേരത്തെ പരാതിപ്പെട്ടിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഉളിയിൽ കോളേജിനകത്തുള്ള UUC-യുടെ കാർഡ് തട്ടിപ്പറിച്ചു എന്നുള്ളതാണ്. അവിടെ തന്നെ വൈരുദ്ധ്യമാണ്. അവർ നടത്തിയ വാദം, പറഞ്ഞു കൊടുക്കുന്ന വാദം അവിടെ തന്നെ പൊളിഞ്ഞു പോയിരിക്കുകയാണ്. നമുക്ക് UUC-യുടെ കാർഡ് തട്ടിപ്പറിക്കേണ്ടത് ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മുഴുവൻ 136 UUC വരെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയാൽ ഏതാണ്ട് 30 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ വിജയിക്കേണ്ട സർവകലാശാലയാണ് ഈ സർവകലാശാല. തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും പോലീസ് അതിന് കാരണം നേരത്തെ കാസർഗോഡ് ജില്ലയിലെ അവർ പറഞ്ഞ ശക്തമായ മത്സരം നടക്കുന്നുവെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ എക്സിക്യൂട്ടീവ്, ആ എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരു കോളേജ്, കൃത്യമായി പറഞ്ഞാൽ കാസർഗോഡ് ഓർഫണേജ് കോളേജിലെ UUC-യുടെ കാർഡുമായി ആ കുട്ടിക്ക് പകരം മറ്റൊരാൾ കയറുകയാണ്. കള്ളവോട്ട് കൈയോട് DSS പിടികൂടുകയാണ്. ഞങ്ങൾ ആരും ഉന്നയിച്ചതല്ല. DSS പരിശോധിക്കുന്ന ഘട്ടത്തിൽ മിസ്മാച്ച് കണ്ടെത്തി ആ കുട്ടിയെ മാറ്റി നിർത്തി. അതോടുകൂടി ഇവിടെ ഇല്ലാത്ത വാദങ്ങൾ പറഞ്ഞ് പുറത്തുനിന്നുള്ള യൂത്ത് കോൺഗ്രസുകാരും ലീഗുകാരൊക്കെ വന്ന് സംഘർഷം ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി സജോ, എന്തായാലും ഇപ്പോൾ സംഘർഷാവസ്ഥ ഇല്ല. അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ നിന്ന്.